നമസ്കാരം. ഇന്ന് നമ്മൾ സൂപ്പർ ഭൂമികൾ എന്നറിയപ്പെടുന്ന വിദൂര ഗ്രഹങ്ങളെക്കുറിച്ചും അവിടുത്തെ ഉരുകിയ പാറകൾക്ക് ഗ്രഹങ്ങളെ സംരക്ഷിക്കാൻ എങ്ങനെ കഴിയും എന്നും ചർച്ച ചെയ്യുന്നു. സൂപ്പർ ഭൂമികളുടെ ഉപരിതലത്തിനടിയിൽ ഉരുകിയ പാറകളുടെ സമുദ്രങ്ങളുണ്ട്. ഇതിന് ഗ്രഹങ്ങളെ അപകടകരമായ കോസ്മിക് വികിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുന്ന ശക്തമായ കാന്തികമണ്ഡലങ്ങൾക്ക് ഊർജ്ജം നൽകാൻ കഴിഞ്ഞേക്കും. സൂപ്പർ ഭൂമികളെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ഗ്രഹങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു, പരിണമിക്കുന്നു, കൂടാതെ ജീവൻ നിലനിർത്താൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ച് സൂചന നൽകും. ഒരു ഗ്രഹത്തിൽ ജീവൻ നിലനിർത്തുന്നതിന് ശക്തമായൊരു കാന്തികമണ്ഡലം വളരെ പ്രധാനമാണ്. ഇത് അപകടകരമായ കോസ്മിക് വികിരണങ്ങളിൽ നിന്ന് ഗ്രഹത്തെ സംരക്ഷിക്കുന്നു. നമ്മുടെ ഭൂമിയുടെ കാന്തികമണ്ഡലം ഡൈനാമോ എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയിലൂടെ ദ്രാവക ഇരുമ്പുകൊണ്ടുള്ള പുറംകാമ്പിലെ ചലനം കാരണമാണ് ഉണ്ടാകുന്നത്. ഈ ചലനം ഒരു ഡൈനാമോ പോലെ പ്രവർത്തിക്കുകയും ഗ്രഹത്തെ സംരക്ഷിക്കുന്ന ഒരു കാന്തിക കവചം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സൂപ്പർ ഭൂമികൾക്ക് ഭൂമിയുടേതുപോലെ ഒരു കാന്തികമണ്ഡലം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത കാമ്പുകളുണ്ടാകാം. അവ വലുതും കൂടുതൽ ആന്തരിക മർദ്ദമുള്ളതുമാണ്. എന്നാൽ പുതിയൊരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നു: ബേസൽ മാഗ്മ ഓഷ്യൻ അഥവാ BMO. ഇതാണ് സൂപ്പർ ഭൂമികളിലെ കാന്തികമണ്ഡലത്തിന്റെ രഹസ്യം. യൂണിവേഴ്സിറ്റി ഓഫ് റോച്ചസ്റ്ററിലെ ഗവേഷകർ നേച്ചർ ആസ്ട്രോണമിയിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ഇത് ഗ്രഹങ്ങളുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതിയെ മാറ്റിമറിച്ചേക്കാം. BMO എന്നത് ഗ്രഹത്തിന്റെ ആവരണത്തിന്റെ അടിത്തട്ടിലുള്ള ഭാഗികമായി അല്ലെങ്കിൽ പൂർണ്ണമായി ഉരുകിയ പാറയുടെ ഒരു ആഴത്തിലുള്ള പാളിയാണ്. സൂപ്പർ ഭൂമികളെന്നാൽ ഭൂമിയേക്കാൾ വലുതും എന്നാൽ നെപ്റ്റ്യൂൺ പോലുള്ള ഐസ് ഭീമന്മാരേക്കാൾ ചെറുതുമായ ഗ്രഹങ്ങളാണ്. പേര് സൂചിപ്പിക്കുന്നതുപോലെ വലുപ്പവും പിണ്ഡവും മാത്രമാണ് സൂപ്പർ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവ ഭൂമിയുമായി മറ്റ് സാമ്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ എന്നതിനെ ആശ്രയിക്കുന്നില്ല. നമ്മുടെ ഗാലക്സിയിൽ കണ്ടെത്തിയ ഏറ്റവും സാധാരണമായ എക്സോപ്ലാനറ്റുകളാണ് സൂപ്പർ ഭൂമികൾ. ഇവ മറ്റ് ഗ്രഹസംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ പ്രധാനമാണ്. സൂപ്പർ ഭൂമികളുടെ അതിതീവ്രമായ ആന്തരിക മർദ്ദം ഭൂമിയിൽ പുനഃസൃഷ്ടിക്കാൻ ഗവേഷകർ പരീക്ഷണങ്ങൾ നടത്തി. റോച്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ ലേസർ എനർജറ്റിക്സ് ലബോറട്ടറിയിൽ LLE വെച്ചാണ് ലേസർ ഷോക്ക് പരീക്ഷണങ്ങൾ നടത്തിയത്. സൂപ്പർ ഭൂമികളുടെ ആന്തരിക ഭാഗത്ത് പ്രതീക്ഷിക്കുന്നതിന് സമാനമായ സാഹചര്യങ്ങളിൽ ഉരുകിയ പാറയെക്കുറിച്ച് പഠിക്കാൻ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ തികച്ചും വിസ്മയകരമായിരുന്നു. ഇത് സൂപ്പർ ഭൂമികളുടെ കാന്തികമണ്ഡലത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്നു. അതിശക്തമായ മർദ്ദത്തിൽ ആഴത്തിലുള്ള ആവരണത്തിലെ ഉരുകിയ പാറകൾ വൈദ്യുതചാലകമായി മാറുമെന്ന് ഗവേഷകർ കണ്ടെത്തി. ഈ ചാലകത ഒരു ശക്തമായ കാന്തികമണ്ഡലം കോടിക്കണക്കിന് വർഷങ്ങളോളം നിലനിർത്താൻ പര്യാപ്തമാണ്. ഈ കണ്ടെത്തലുകൾ സൂപ്പർ ഭൂമികളുടെ ആന്തരിക ഘടനയെയും വാസയോഗ്യതയും കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിമറിച്ചേക്കാം. ഈ പുതിയ അറിവ് കൂടുതൽ ഗവേഷണങ്ങൾക്ക് വഴി തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.